ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഇവിടെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി ആയതിൻ്റെ പേരിൽ ഇന്ന് ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിണങ്ങി ഒന്നും തിന്നാണ്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. ആരായിരുന്നു ഞാൻ ലാസ്റ്റ് ആട്ടി തരാം കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ആൾക്കാർ വന്ന്. ഇന്നലെ ഞാൻ ഓടി അവിടെ പാഞ്ഞ് എത്തിയതിന് എൻ്റെ വിഷമം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അവരിന്ന് ഉമ്മർത്തിക്കന്നാന്ന്. പിന്നെ കയ്യിൽ നമുക്ക് കാശ് തന്നിരുന്ന് കടയിൽ പോയിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന്. അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞാനിങ്ങനെ ഓർത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ചേച്ചൻ്റെ അടുത്ത് ചോദിച്ച് എന്തൊട്ടി ഓർത്തുകൊണ്ടിരിക്കണേന്ന്. ഇത് ശരിക്കും വാങ്ങിച്ചിട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അമ്മ അടിച്ച് പുറത്താക്കിയാലോ. ഞാനിങ്ങനെ ഓർത്ത് വെച്ച് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ ഡെയിലി ഇപ്പോൾ ഡയറ്റ് ആയതിൻ്റെ പേരിൽ ചപ്പാത്തി ഗോതമ്പശ, ചപ്പാത്തിയും ഗോതമ്പശ ഇത് കഴിക്കണതിൻ്റെ പേരിൽ ഞാൻ ഇന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റിപ്പിടിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചുകൊണ്ടുവന്ന ക്യാപ്സിക്കും തക്കാളിയും ക്യാബേജൊക്കെ കുഞ്ഞിച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി. ഇത് മൊത്തം കഴിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡയറ്റ് എടുത്താലുള്ള പ്രശ്നം ഇതാണെന്നേ, ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആകെ ഒരു ഇത്തിരി കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാണ്ട് എനിക്ക് ഡയറ്റ് എടുക്കാൻ മടി ഉണ്ടായില്ല. സത്യം. പിന്നെ ഞാൻ മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഫോട്ടോസൊന്നും എടുക്കില്ല. ഫോട്ടോസൊക്കെ എടുക്കും, ഈ സെൽഫിയൊക്കെ എടുക്കും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ഫോട്ടോസ് എടുക്കില്ല. എൻ്റെ എനിക്കൊരു കുറച്ച് പേടി, ഇൻസെക്യൂരിറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് എടുത്ത് കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ആനമുണ്ടൊക്കെ കമ്മലൊക്കെ ആയിരുന്നു ഞാൻ ഇട്ട് വെച്ചിരുന്നത് ഫോട്ടോ എടുക്കാൻ. അതൊക്കെ ഞാൻ ഊരി മാറ്റിയപ്പോഴേക്കും എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റതുപോലെ പോയി. എനിക്ക് ഷോർക്കം കിട്ടിപ്പോയി. എൻ്റെ അമ്മയെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇടാറില്ല. പിന്നെ ഇന്നെന്തോ എനിക്ക് വരിക്കൊരി ഇടണം എന്ന് തോന്നിയപ്പോൾ ഞാൻ വരിക്കൊരി 5 അതിൻ്റെ പേരിൽ എനിക്ക് ചുണ്ടുമ്പഴൊക്കെ എന്തെങ്ങാണ്ട് ഇഷ്ടിക കഷ്ണം വെച്ച പോലെ ഇരുന്നു. അതൊക്കെ ഞാൻ നേരെ പോയി തേച്ച് കഴുകി വന്ന്. എന്നിട്ട് ഞാൻ പിന്നെന്താ ചെയ്തത്, തേച്ച് കഴുകി വന്നിട്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് ലിപ് ബാമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ അതൊന്നും ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. മേടിക്കാറുമില്ല, വല്ലപ്പോഴും മേടിക്കാറുള്ളൂ. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ തേച്ച് ഇട്ട് കൊടുത്തപ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ ഹായ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചുണ്ടൊക്കെ അപ്പോഴേക്കും തൊലിയൊക്കെ പോയി ഒരുമാതിരി മരുഭൂമി പോലെ പോകും. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ചധികം ലിപ് ബാമൊക്കെ ഇട്ട്. എന്നിട്ട് ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റായപ്പോഴേക്കും എൻ്റെ ചുണ്ടും സ്കിന്നൊക്കെ നല്ല അപ്പോഴേക്കും എനിക്ക് അമ്മയുടെ ഒന്ന് വിളി വന്ന്, പോയി പാൽ മേടിച്ചുണ്ടാ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ തൂക്കി പാൽ മേടിക്കാൻ പോയി. തൊട്ടപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് പാലൊക്കെ മേടിക്കാൻ പോയി. തിരിച്ച് എനിക്ക് എപ്പോൾ പാൽ മേടിക്കാൻ പോയപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഒക്കെ തിരിക്കണത്. ഇതിനൊന്ന് ചിരിപ്പിക്കാൻ പെടുന്ന പാടുണ്ടല്ലോ. ലാസ്റ്റ് ഞാൻ ജൂണിനെ കാട്ടിത്തരാം, ജൂണിയുടെ ചെവി കൊണ്ടുതരാം, നാക്ക് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കിളിയൊക്കെ ആക്കിയിട്ടാണ് ഗൈസ് വിളിച്ചിരിക്കുക. കൊച്ചുങ്ങൾക്ക് പോലൊരു കാര്യമില്ല. പിന്നെ കൊച്ചുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനൊക്കെ എങ്ങനെങ്ങാണ്ടൊക്കെ പിടിച്ച് തിരിപ്പിച്ച് അതിന് കുറച്ച് മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പറക്കി കൊടുത്ത് അതിനെ അവിടെ ഇരുത്തി ഇന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്കൊരു അസുഖമുണ്ട്, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആളുടെ മൈൻഡ് പോകും, മൂഡ് പോകും. പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പിന്നെ മുഖം വീർപ്പിച്ച് ലഡുവിനെ പോലെ ഇരിക്കുന്നുണ്ടാവുക. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ, അവൾക്കറിഞ്ഞൂടാ. കണ്ടാ ഭാവം മാറിയതുണ്ടാ അത്ര പെട്ടെന്ന്. ഇവിടെ ഈ സാധനത്തിനുണ്ടല്ലോ, ഈ കോലു പോലെ മുന്തിരിയുടെ തണ്ടിന് ഇവിടെ പറയണത് മുന്തിരിയുടെ ഇല്ലാണെന്നാണ്. ഞാൻ കുറേ പറഞ്ഞത് മുന്തിരിയുടെ തണ്ടാണെന്ന്. കൊച്ചിന് മനസ്സിലായില്ല. പിന്നെ കൊച്ചല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ വിട്ട്. പിന്നെ അടുത്ത യുദ്ധം വന്നു. ഇത് രണ്ടെണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ മിനി വാർ നടക്കും. പക്ഷേ രണ്ടിൻ്റെ ഒപ്പം കളിക്കാൻ നല്ല രസമാണ്. പിന്നെ വലിയച്ഛനും മോളും കൂട്ടിയിട്ട് ഭയങ്കര അടിയൊക്കെ ആയി. അവരുടെ അപ്പം ഞാനും വെറുതെയൊക്കെ കളിച്ചൊക്കെ നടന്നു. പിന്നെ കേട്ടാ, ഈ മുതലാണ് ഇന്ന് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ചോറിനാണ്ടിരുന്നത്. ഇവന് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഗോതമ്പൊട്ട് വേണം. പക്ഷേ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഗോതമ്പൊടി തീർന്നു. എൻ്റെ പേരിൽ അമ്മ ഇവന് ചോറ് കൊടുത്ത്. പിന്നെ ഇവൻ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. ഇവന് ചോറ് കൊടുത്തിട്ട് ഇവൻ ഞങ്ങളെ കുരച്ചിട്ട് വിളിക്കാനുള്ള തെറിഞ്ഞ് ബാക്കിയില്ല. അവൻ്റെ ഭാഷയിൽ വിളിക്കാൻ പറ്റിയ തെറിയൊക്കെ അവൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവനൊരു ചപ്പാത്തി കൊടുത്തു നോക്കിയിട്ട് അവനത് തിന്നില്ല. അതും ഗോതമ്പല്ലേ, എന്നാൽ പിന്നെ അവന് ചപ്പാത്തി എന്നാൽ പോരെ, അതവന് പറ്റൂല. എന്നിട്ട് അവന് ഞങ്ങൾ റൂൾസ് കൊടുത്ത് അവൻ അതും തിന്നില്ല. ഞങ്ങൾ ചോറിൽ മീനും മുട്ടയും ഒക്കെ ഇട്ട് കൊടുത്ത് അവൻ അതും തിന്നില്ല. അതിനുള്ള പിണക്കൊണി കാണുന്നത്. അവന് ഞാനൊന്ന് തടിമ തൊട്ടവൻ എന്ന് പറഞ്ഞിട്ട് താടി എടുത്ത് മാറ്റി അപ്പുറത്തും വയ്ക്കും. ഇവന് പോലും എന്നെ വേണ്ടാണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. പക്ഷേ സങ്കടപ്പെട്ടിട്ടൊരു കാര്യമില്ലല്ലോ, അതങ്ങനെ തന്നെയാണ്. എന്നാലും ഒരു പിണക്കേ ഒന്നും മിണ്ടുപോലും ചെയ്തില്ലെന്നേ. കണ്ട തടിയിൽ കൊണ്ട് കൈ വയ്ക്കുമ്പോൾ അവൻ പാടും പറഞ്ഞിട്ടായിരുന്നു അപ്പുറത്തോട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പഠിപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഠിക്കാൻ വന്നിരിക്കുന്നേക്കാണ് ഇപ്പം. പക്ഷേ ഇപ്പോൾ പൈസ പറയല പണി. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ സ്റ്റുഡൻസാണ് ഗൈസ്. ഞാൻ പഠിക്കുന്നതൊക്കെ
ഇന്ന് ഇത്രയും തള്ളുള്ളൂ ഗൈസ്. ഇനി ഞാൻ നാളെ വന്ന് തരാം. തശയെ തള്ളാം. ഓക്കെ ബൈ ടാറ്റാ.